Dear children, we are discussing Social Science 2nd, Chapter 9, Economic System and Economic Policies. In the last class, we discussed about economic system and its features. You understood on the basis of ownership of the means of production, economic systems can be classified into three. They are capitalist economy, socialist economy, and a mixed economy. Pure form of capitalist or socialist economies cannot be seen anywhere today. Certain changes are taking place in the economic policies of every nation. Now move on to the next topic, changing economic policies. Currently, the private sector is encouraged in almost all countries in order to achieve economic growth. Governments are willing to take certain measures to welcome private entrepreneurs and to attract foreign investors. As a result of such economic policies, there has been a large-scale transfer of capital, goods and services and technical know-how across the border. Various new products are made available in the market. For example, earlier only a few models of cars were available in the Indian market. But now the market is flooded with varieties of models from different companies. Though India used to maintain a strong public sector and to control foreign trade, of late, economic policies have undergone a change. Measures to attract foreign capital and to strengthen foreign trade have been taken. The measures, which started officially in 1991, resulted in liberalization, privatization, and globalization. എക്കണോമിക് ഗ്രോത്ത് ലക്ഷ്യമാക്കി എല്ലാ രാജ്യങ്ങളും പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് ഈ കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിനെ രാജ്യങ്ങളിലേക്ക് ക്ഷണിക്കാനും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിനുമായിട്ട് ഗവൺമെൻറ് പല രീതിയിലുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്നുണ്ട്. ഇത്തരം എക്കണോമിക് പോളിസീസിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ക്യാപിറ്റലിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ടെക്നോളജിയുടെ എല്ലാം കുത്തൊഴുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. പുതിയ പ്രോഡക്റ്റുകൾ, ടെക്നോളജി എല്ലാം നമ്മുടെ മാർക്കറ്റിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നു. ഉദാഹരണമായിട്ട് ആദ്യകാലങ്ങളിൽ ചുരുക്കം ചില മോഡലുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാറുകൾ അവൈലബിൾ ആയിരുന്നത്. എന്നാൽ ചേഞ്ചിങ് എക്കണോമിക് പോളിസീസിൻ്റെ ഭാഗമായിട്ട് പല വെറൈറ്റിയിലുള്ള കാറുകൾ, പല മോഡലിലുള്ള കാറുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. ഫോണിൻ്റെ ഒരു എക്സാമ്പിളാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത്. പല മോഡലിലുള്ള ഫോണുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്ട്രോങ് പബ്ലിക് സെക്ടറും കൺട്രോൾഡ് ഫോറിൻ ട്രേഡും നിലനിൽക്കുന്ന ഇന്ത്യയിലും എക്കണോമിക് പോളിസീസിൽ മാറ്റങ്ങളുണ്ടായി. 1991 ആരംഭിച്ച ഈ മാറ്റത്തിൻ്റെ ഫലമാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. Let us analyze each one of them. First one is liberalization. Liberalization implies the relaxation of government control and influence over economic activities in a country. The process of liberalization was started in India in 1985. Liberalization implies the relaxation of government control and influence over the economic activities in a country. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുക, കുറയ്ക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, സ്വാധീനം എന്നിവ കുറയ്ക്കുക. ഇന്ത്യയിൽ ലിബറലൈസേഷൻ ആരംഭിക്കുന്നത് 1985. Look at the changes that were brought about as a result of liberalization. Relaxation of control in setting up industries. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ കുറച്ചു. രാജ്യത്തേക്ക് പുതിയ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ടാരിഫ് ആൻഡ് ടാക്സ്. ഇറക്കുമതി ചുങ്കവും ടാക്സും കുറച്ചു. ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ്. രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസിൽ മാറ്റങ്ങൾ വരുത്തി. അബോളിഷൻ ഓഫ് മാർക്കറ്റ് കൺട്രോൾ. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. പെർമിഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെനി സെക്ടേഴ്സ്. കൂടുതൽ മേഖലകളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിച്ചു. റിഡ്യൂസ് ദി റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ്റിൻ്റെ റോള് കുറച്ചു.
ഇതിനെല്ലാം പുറമെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ചില മേഖലകളിൽ ഗവൺമെൻറ് ഇടപെടലുകൾ കുറഞ്ഞു. അതോടുകൂടി പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് വർദ്ധിക്കുകയും ചെയ്തു. ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പ്രൈവറ്റ് സെക്ടറിനും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ രാജ്യത്തിനും ഫോറിൻ കറൻസിയുടെ കരുതൽ ശേഖരം ആവശ്യമാണ്. റിസർവ് ഓഫ് ഫോറിൻ കറൻസി കരുതി വയ്ക്കുക. ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് സാധാരണ ഇങ്ങനെ റിസർവ് ചെയ്ത് വയ്ക്കുന്നത്. സാധാരണയായിട്ട് അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് തുടങ്ങിയ കറൻസീസാണ് ഇങ്ങനെ കരുതി വയ്ക്കുക. ഏകദേശം 10 മുതൽ 12 ആഴ്ച ഫോറിൻ ട്രേഡ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള കറൻസി ഓരോ രാജ്യത്തിൻ്റെ കയ്യിലും ഉണ്ടാകണം. എന്നാൽ 1991 ഇന്ത്യയിലാകെ 2 ആഴ്ചത്തെ ട്രേഡിനുള്ള കറൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോറിൻ ലോണുകൾ സ്വീകരിച്ചുകൊണ്ടും ഫോറിൻ ക്യാപിറ്റലിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടും ഫോറിൻ ട്രേഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുമാണ് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് ശ്രമിച്ചത്. നെക്സ്റ്റ് ഈസ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ഇൻ ഇന്ത്യ മെനി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഹാവ് ബീൻ പ്രൈവറ്റൈസ്ഡ് സിൻസ് 1991. Maruti Udyog Limited, Modern Food Industries Limited, etc. are examples of enterprises that have been privatized. The shares of many public sector enterprises were sold off. In India, privatization of public sector enterprises and trading of these shares are handled by the Department of Disinvestment under the Ministry of Finance. കൊച്ചിൻ റിഫൈനറീസിൻ്റെ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ ഈ അടുത്ത് ന്യൂസ് പേപ്പറിലെല്ലാം വായിച്ചതാണ്. 1991 ശേഷം നിരവധി പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പബ്ലിക് സെക്ടർ കമ്പനീസുകൾ ഇന്ത്യയിൽ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. പല കമ്പനികളുടെയും പല ഇൻഡസ്ട്രീസിൻ്റെയും എല്ലാം ഷെയർസ് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പബ്ലിക് സെക്ടറിൻ്റെ പ്രൈവറ്റൈസേഷൻ, പബ്ലിക് സെക്ടറിൻ്റെ ഷെയർസ് വിറ്റഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദി പ്രൈവറ്റ് സെക്ടർ ഹാസ് ബീൻ ഗിവൺ ആക്സസ് ടു സെവറൽ ഏരിയാസ് വിച്ച് വെർ earlier അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. The presence of the private sector can be actively felt in roads, electricity, communication, basic industries, etc. The working of private sector can be seen in through methods like BOT and PPP. Privatization strengthened as a result of many new sectors being brought into the market. പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് മുൻപ് ഗവൺമെൻറ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന, ഗവൺമെൻറ് കൺട്രോളിലുണ്ടായിരുന്ന പല മേഖലകളിലും പ്രൈവറ്റ് സെക്ടറിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. റോഡ്, റെയിൽ, ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ബേസിക് ഇൻഡസ്ട്രീസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇന്ന് പ്രൈവറ്റ് സെക്ടർ സജീവമാണ്. BOT പാലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് BOT എന്നത്. റോഡ്, പാലം തുടങ്ങിയവ പ്രൈവറ്റ് സെക്ടേഴ്സ് നിർമ്മിക്കുകയും അതിനവർ മുടക്കിയ രൂപ ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അത് ഗവൺമെൻറ്റിന് വിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് BOT എന്നുള്ളത്. അതുപോലെയുള്ള മറ്റൊരെണ്ണമാണ് PPP എന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ വ്യക്തികളും സംയുക്തമായിട്ട് ആരംഭിക്കുകയും മുതൽ മുടക്കനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, CIAL, ഇതിന് ഉദാഹരണമാണ്. As a part of liberalization, the measures to remove the control on foreign capital investment attracted foreign entrepreneurs. As a result of this, the influx of capital increased worldwide. Free trade agreement on reduction of import tariff and taxes among nations made imports and export easily. Globally, there has been an increase in the free flow of labor and transfer of technology. Subsequently, all the goods and services of all the countries have become available in all markets. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിൻ്റെ നിയന്ത്രണങ്ങൾ മാറ്റിയതോടുകൂടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് ലോകവ്യാപകമായി വ്യാപാരം വർദ്ധിച്ചു. രാജ്യങ്ങൾ പരസ്പരം തയ്യാറാക്കിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സിലൂടെ ഇമ്പോർട്ട് ടാരിഫും ടാക്സും എല്ലാം കുറയ്ക്കുന്നതിന് സാധിച്ചു. അത് ഇമ്പോർട്ടും എക്സ്പോർട്ടും വളരെ ഈസിയാക്കി.
ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ നിക്ഷേപം, ഒരു രാജ്യത്തെ ക്യാപിറ്റൽ മറ്റൊരു രാജ്യത്തെ കമ്പനികളിലോ ഭൂമിയിലോ ഷെയർസിലോ ബോണ്ടിലോ എല്ലാം നിക്ഷേപിക്കുന്നതിനെയാണ് ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെ പ്രവാഹവും ടെക്നോളജിയുടെ കൈമാറ്റവും എല്ലാം വർദ്ധിച്ചു. ഇതോടെ എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും സർവീസസും എല്ലാ മാർക്കറ്റിലും ലഭ്യമാകുന്ന ഒരവസ്ഥയുണ്ടായി. ലോകം ഒരു മാർക്കറ്റായി മാറുന്ന ഒരു അവസ്ഥ. Globalization is the economic integration and interdependence of nations as a result of free flow of capital, labor, goods and services and exchange of technology irrespective of boundaries. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ രംഗങ്ങളിലുണ്ടായ വളർച്ച കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമുള്ളതാക്കി. കണ്ടെയ്നർ ഷിപ്സ്, ഫ്ലൈറ്റ്, ബുള്ളറ്റ് ട്രെയിൻസ് തുടങ്ങിയവ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് വളരെ വലിയൊരു മാറ്റത്തിന് കാരണമായി. ഈ മാറ്റങ്ങൾ ഗ്ലോബലൈസേഷനെ വളരെയധികം സ്വാധീനിച്ചു. ഗ്ലോബലൈസേഷൻ ശക്തമായപ്പോഴും ക്യാപിറ്റലും ടെക്നോളജിയുമെല്ലാം താരതമ്യേന കുറവുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൺട്രോൾസ് പരമാവധി കുറയ്ക്കാനായിട്ട് തയ്യാറായി. The new economic policies which completely disregard government control are known as neoliberalization. ഡെവലപ്പിംഗ് കൺട്രീസ് ആ രാജ്യത്തേക്ക് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ എക്കണോമിക് പോളിസീസ് അഡോപ്റ്റ് ചെയ്തു. ആ പോളിസീസിനെയാണ് നിയോ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. International financial institutions such as World Bank and the International Monetary Fund (IMF) play a significant role in enforcing globalization policies. The growth of multinational companies and the formulation of the World Trade Organization has strengthened globalization. Next topic is World Trade Organization (WTO). Efforts were made to find ways to do away with the restrictions in the world trade. These efforts strengthened with the establishment of World Trade Organization headquartered in Geneva on 1st January 1995. India is one of the founding members of WTO. There are 161 member nations in the World Trade Organization according to April 2015 data. All the controls in the global trade were removed after the establishment of the World Trade Organization. Main guidelines of the trade agreements formed through the WTO are as follows: phase-by-phase reduction of import duty, reduction of subsidies, modification of patent laws, permitting foreign investment in service sectors such as media, telecommunication, banking, insurance, etc. Extension of the consideration given to the domestic investments to foreign investment. These policies strengthened liberalization and globalization. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നതോടുകൂടി ലോക വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതെയായി. ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട എഗ്രിമെൻറ്റ്സിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫേസ് ബൈ ഫേസ് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി, ഘട്ടം ഘട്ടമായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുക. റിഡക്ഷൻ ഓഫ് സബ്സിഡീസ് കുറയ്ക്കുക. മോഡിഫിക്കേഷൻ ഓഫ് പേറ്റൻറ്റ് ലോസ്, ഒരു പുതിയ ടെക്നോളജിയോ ഒരു പ്രോഡക്റ്റോ പ്രൊഡക്ഷൻ മെത്തേഡോ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് അതിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റൻറ്റ്. പെർമിറ്റിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർവീസ് സെക്ടർ സച്ച് ആസ് മീഡിയ, ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. സർവീസ് സെക്ടേഴ്സ് ആയിട്ടുള്ള മീഡിയ, ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുക. എക്സ്റ്റൻഷൻ ഓഫ് ദി കൺസിഡറേഷൻ ഗിവൺ ടു ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആഭ്യന്തര നിക്ഷേപങ്ങൾ, നമ്മൾ ഒരു രാജ്യത്തെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന അതേ പരിഗണന തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനും നൽകുക. ഈ നയങ്ങളെല്ലാം തന്നെ ലിബറലൈസേഷനെയും ഗ്ലോബലൈസേഷനെയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൾട്ടിനാഷണൽ കമ്പനീസ്. Multinational companies are those companies registered with a home country but operated in many countries. These companies with high technology and huge capital viewed neoliberalization as an opportunity. Instead of producing goods in a country and exporting it to other countries, the multinational companies have invested their capital in developing countries so that the raw materials, labor and market available there can be used in their favor. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് മറ്റ് പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് മൾട്ടിനാഷണൽ കമ്പനീസ്.
നിയോ ലിബറലൈസേഷൻ ഒരു അവസരമായി കണ്ടുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ഡെവലപ്പിംഗ് കൺട്രീസിലെ റിസോഴ്സസും ലേബേഴ്സിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ലാഭമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പല മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയും ടേൺ ഓവർ ഒരു വികസ്വര രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ നാഷണൽ ഇൻകത്തേക്കാൾ കൂടുതലാണെന്നത് കാണാം. അപ്പോൾ ഒരു രാജ്യത്ത് കമ്പനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ട്രേഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ളതായിരുന്നു നിയോ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ അവരുടെ കമ്പനികൾ സ്ഥാപിക്കുകയും അവിടുത്തെ റോ മെറ്റീരിയൽസും ലേബേഴ്സിനെയും മാർക്കറ്റിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽസ് എല്ലാം അമിതമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ട് നല്ല ലാഭം നേടുന്നു. പല മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയും ടേൺ ഓവർ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ നാഷണൽ ഇൻകത്തേക്കാൾ കൂടുതലാണ്. Multinational companies mostly started their production by merging with or acquiring domestic companies. By doing so, they pool their products into the market by utilizing the production and distribution mechanisms of the domestic companies. In return, the domestic companies receive huge capital and high technical know-how. There is another method by which these multinational companies control production. Multinational companies hand over the production to small-scale entrepreneurs. The goods and services produced by the latter are sold under the brand name of multinational companies. For example, the production of clothes, sandals, sports equipments, etc. Multinational companies are also resort to assemble various parts of a products produced in different countries. Manufacturing of vehicle is done in this method. മൾട്ടിനാഷണൽ കമ്പനീസ് പലപ്പോഴും ഡൊമസ്റ്റിക് കമ്പനീസിനോട് ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനീസ് ഏറ്റെടുത്തുകൊണ്ടോ ആണ് അവരുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുക. ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സും ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസവും മൾട്ടിനാഷണൽ കമ്പനീസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അതിനു പകരമായിട്ട് ഡൊമസ്റ്റിക് കമ്പനികൾക്കാകട്ടെ കൂടുതൽ ക്യാപിറ്റൽ ലഭിക്കുന്നു, സാങ്കേതിക പരിജ്ഞാനവും ലഭിക്കുന്നു. മറ്റൊരു രീതിയിലും മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ഉൽപ്പാദനം നിയന്ത്രിക്കാറുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം പ്രാദേശികമായിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്റ്റ് സ്വന്തം ബ്രാൻഡ് നെയിമിൽ അവർ വിറ്റഴിക്കുന്നു. ക്ലോത്ത്സ്, ചപ്പൽസ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം സാധാരണയായിട്ട് ഇത്തരം രീതിയിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ ഏൽപ്പിക്കുകയും തിരിച്ച് അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ബ്രാൻഡ് നെയിമിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റിൻ്റെ പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ പല രാജ്യങ്ങളിൽ നടത്തുകയും ഫൈനൽ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിർമ്മിക്കുകയും അത് ആ രാജ്യത്തിൻ്റെ പേരിൽ വിറ്റഴിക്കുകയും ചെയ്യുന്ന രീതി പല മൾട്ടിനാഷണൽ കമ്പനീസും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. വെഹിക്കിൾസിൻ്റെ നിർമ്മാണത്തിലെല്ലാം ഈ രീതി ഉപയോഗിക്കാറുണ്ട്. റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് റിസോഴ്സസ് ഏത് രാജ്യത്താണോ വില കുറവായിട്ട് ലഭിക്കുക ആ രാജ്യത്ത് ആ എക്യുപ്മെൻറ്റിൻ്റെ ആ ഭാഗം നിർമ്മിക്കുകയും ഫൈനൽ പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പേരിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു. Next topic is marketization. As a result of new economic policies, the market has now become free, extensive and strong. Government control over the market is declining. Many new sectors such as basic infrastructure development, basic industries, banking, insurance, etc. have come under the scope of the market. ന്യൂ എക്കണോമിക് പോളിസീസിൻ്റെ ഫലമായിട്ട് മാർക്കറ്റ് ഇന്ന് വളരെ ഫ്രീ, എക്സ്റ്റെൻസീവ് ആൻഡ് സ്ട്രോങ് ആയിരിക്കുകയാണ്. മാർക്കറ്റിലുള്ള ഗവൺമെൻറ് കൺട്രോള് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ബേസിക് ഇൻഡസ്ട്രീസ്, ബാങ്കിങ്, ഇൻഷുറൻസ് എല്ലാ മേഖലകളും മാർക്കറ്റിൻ്റെ പരിധിയിലാണ്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പല ഇൻഡസ്ട്രീസും പ്രൈവറ്റൈസേഷനിലൂടെ മാർക്കറ്റിൻ്റെ ഭാഗമായി മാറുന്നു. Many firms which were under the ownership of the government have been privatized and become a part of the market. It has led to a situation where everything is available in the market and where things are available only in the market. This tendency is called marketization. Profit is the ultimate goal of the marketization. എല്ലാ പ്രോഡക്റ്റും മാർക്കറ്റിൽ അവൈലബിൾ ആകും, മാർക്കറ്റിലെ അവൈലബിൾ ആകൂ എന്നതിനെയാണ് മാർക്കറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാർക്കറ്റൈസേഷൻ. ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ന്യൂ എക്കണോമിക് പോളിസീസ്. ന്യൂ എക്കണോമിക് പോളിസീസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തെല്ലാമാണെന്ന് നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ന്യൂ എക്കണോമിക് പോളിസീസ്. അവൈലബിലിറ്റി ഓഫ് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. വളരെ വൈവിധ്യമാർന്നിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമാകുന്നു. എബിലിറ്റി ടു യൂസ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മികച്ച ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഫാൾ ഇൻ പ്രൈസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ കൂടുന്നത് കാരണം പ്രൈസ് കുറയുന്നു.
ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്, കയറ്റുമതി വർദ്ധിക്കുന്നു. എൻട്രി ഓഫ് കമ്പനീസ് ഇൻ ടു ഫോറിൻ ട്രേഡ്, കമ്പനികൾക്ക് ഫോറിൻ ട്രേഡിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നു. മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂ ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ എൻ്റർപ്രൈസസ്, പുതിയ എൻ്റർപ്രൈസസ് വരുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം കൂടുന്നു. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ന്യൂ എക്കണോമിക് പോളിസീസ്, ന്യൂ എക്കണോമിക് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുള്ള ഡീമെറിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ എക്കണോമിക് ഡിസ്പാരിറ്റി, സാമ്പത്തികമായിട്ടുള്ള അസമത്വം വർദ്ധിക്കുന്നു. പൈസയുള്ളവരുടെ കയ്യിൽ ധാരാളം പൈസ എത്തിച്ചേരുകയും ഒന്നുമില്ലാത്തവരെന്നും ഒന്നുമില്ലാത്തവരായിട്ട് തന്നെ തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്സസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അമിതമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു. ഇമ്പോർട്ട് ലീഡ്സ് ടു ഫാൾ ഇൻ പ്രൈസ് ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴേക്കും ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് കുറയുന്നു. സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ നിലവിലുള്ള സാധനങ്ങളുടെ വില കുറയുന്നു. ഗവൺമെൻറ് ലൂസസ് കൺട്രോൾ ഓവർ എക്കണോമിക് സിസ്റ്റം, ഗവൺമെൻറ്റിന് എക്കണോമിക് സിസ്റ്റത്തിലെ സമ്പദ് വ്യവസ്ഥയിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഫ്യൂച്ചർ ഇൻകം ലോസ് ഓഫ് ദി ഗവൺമെൻറ് ഡ്യൂ ടു പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ് പ്രൈവറ്റൈസ് ചെയ്യുന്നതിലൂടെ ഭാവിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻകം നഷ്ടപ്പെടുന്നു. ഭാവിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻകം കുറയുന്നു. ന്യൂ എക്കണോമിക് പോളിസീസിൻ്റെ ഭാഗമായി ലിബറലൈസേഷൻ, മാർക്കറ്റൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ന്യൂ എക്കണോമിക് പോളിസീസിൻ്റെ ഭാഗമായി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, മാർക്കറ്റൈസേഷൻ, മൾട്ടിനാഷണൽ കമ്പനീസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.